ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഇപ്പോ തരംഗമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മുകേഷ് നായർ. നമ്മളെ ജെഡി എന്ത് തെറ്റാണ് ചെയ്തത്? തെറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളെ ഒരു ആഡ് ഷൂട്ടിന് വിളിച്ചു. എന്തിന് 16 വയസ്സുള്ള പെണ്ണിനെ വീട്ടുകാര് വിട്ടു കൊണ്ടുപോയി? ഇവൻ മറ്റേ ജെഡി കുടിക്കുമെന്ന് അറിഞ്ഞൂടാ, ഈ പെണ്ണുങ്ങളോട് ഡാൻസ് കളിക്കുമെന്ന് അറിഞ്ഞൂടാ. ഇതെല്ലാം അറിഞ്ഞിട്ട് എന്തിന് കുറെ പെണ്ണുങ്ങള് അന്ന് ആ സ്പോട്ടിൽ പോയെന്ന് പറയുന്നു. എന്ത് ഈ പെണ്ണിന് ഈ കുട്ടിക്ക് പോയിക്കൂടാ, ഈ കുട്ടിക്ക് താല്പര്യമില്ല, ഇഷ്ടമല്ല, ഓക്കെ എനിക്ക് ഇത് താല്പര്യമില്ല പറഞ്ഞ് പോവായിരുന്നു. എന്തുകൊണ്ട് അപ്പൊ പോയില്ല? എന്തുകൊണ്ട് അപ്പൊ റിയാക്ട് ചെയ്തില്ല? എന്തുകൊണ്ട് അപ്പൊ കേസ് കൊടുത്തില്ല? അപ്പോൾ കേസ് കൊടുക്കാതെ പിറ്റേ ദിവസം മെസ്സേജ് അടിച്ച് ക്യാഷ് ചോദിച്ച് മെസ്സേജ് അയച്ചേക്കുന്നു. ഇതിന് പ്രോബ്ലം ഇല്ലെന്ന് പറഞ്ഞ ഒരാൾക്ക് എങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോ പ്രോബ്ലം വന്നു? ആരെങ്കിലും വാക്ക് കേട്ടിട്ടാണ് പിന്നെ പ്രോബ്ലം വന്നത്? ഇത് അവര് തമ്മിലുള്ള അടി അവരായിട്ട് പോണം. ഇതിനെ പിടിച്ചിട്ട് അത് മാത്രമല്ല, ഒരു മോഡൽ വന്ന് ഇപ്പൊ ആ ഒരു സംഘാടകർക്ക് അറിഞ്ഞൂടെ ഈ കുട്ടിക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ, അവരെയാണ് ഫസ്റ്റ് കൊടുക്കേണ്ട. കാരണം അവർ ചെക്ക് ചെയ്യണം മോഡലിന് എത്ര ഏജ് ഉണ്ട്, എത്ര വെയിറ്റ്, ഹൈറ്റ് എല്ലാം അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ഓൾറെഡി അറിയായിരിക്കും. സോ അവർക്കാണ് ഫസ്റ്റ്, അവരുടെ പേരിലാണ് കേസ് എടുക്കേണ്ടത്. പിന്നെ അവരുടെ ആ കുട്ടിയുടെ വീട്ടുകാരുടെ പേരൻസ് എന്തിനു കൊണ്ടുപോയി? ഇതേപോലെ ഇയാള് പ്രീവിയസ്ലി ഇങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും അറിയാലോ, ഞാനും കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട്. സോ അവരുടെ പേരൻസ് എന്ത് വിശ്വസിച്ചാണ് പോയത്? വിട്ടത് എന്തിനാ? അവർക്ക് താല്പര്യമില്ല, പേഷ്യൻ ആയിരുന്നാൽ പോലും എന്തിനു വിട്ടത്? അവരുടെ ഒരു തെറ്റാണ് അല്ലേ? നമ്മൾ സപ്പോർട്ട് ചെയ്യണത് മുകേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണ കാരണം ആ കുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ട്. ആ സമയത്ത് റിയാക്ട് ചെയ്തേക്കണം, ആ സമയത്ത് കേസ് കൊടുക്കണമായിരുന്നു. അല്ലാണ്ട് ക്യാഷും ചോദിച്ച് ഓക്കെ എനിക്ക് പ്രോബ്ലം ഇല്ലാണ്ട് പറഞ്ഞത് തെറ്റാണ്. മെസ്സേജ് കറക്റ്റ് പറയുന്നുണ്ട്. മെസ്സേജ് എനിക്കൊരു പ്രോബ്ലം ഇല്ല, ഇത് കണ്ടെന്ന് പറഞ്ഞ് കറക്റ്റ് ഇത് പറയുന്നുണ്ട്. ഇപ്പൊ ഇത്ര ഇഷ്യൂ ചെയ്യേണ്ട ഒരു കാര്യമില്ല. സോ നമ്മള് നിൽക്കുന്നത് മുകേഷ് നായരുടെ ഭാഗത്താണ്. സപ്പോർട്ട് മുകേഷ് നായർ. Thank you. Thank you.